കൊല്ലം കരുനാഗപ്പള്ളി നഗരസഭയിൽ ഒരു ആംബുലൻസ് ഉണ്ട്. നഗരസഭയ്ക്കാകെയുള്ള ഒരൊറ്റ ആംബുലൻസ്. എന്നാൽ ഇതുകൊണ്ട് നാട്ടുകാർക്ക് പ്രയോജനമൊന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഡ്രൈവറില്ല. ആംബുലൻസ് ഉണ്ട്, പക്ഷേ ഡ്രൈവറില്ല എന്നതാണ് അവിടുത്തെ അവസ്ഥ. സംഭാവന കിട്ടിയ ആംബുലൻസ് മറ്റൊരു സംഭാവനയായി നൽകി വേറിട്ട രീതിയിൽ പേരെടുക്കാൻ ഒരുങ്ങുകയാണ് കരുനാഗപ്പള്ളി നഗരസഭ. അതെന്താണെന്നല്ലേ റിപ്പോർട്ട് കാണാം. കരുനാഗപ്പള്ളി നഗരസഭയിലെ ആംബുലൻസ് ആണിത്. പൊടി പിടിച്ച് കിടക്കുന്നത് കണ്ട് തെറ്റിദ്ധരിക്കേണ്ട യാതൊരു തകരാറുമില്ല. പക്ഷേ ഡ്രൈവറില്ലെന്ന കാരണം പറഞ്ഞ ഇതിങ്ങനെ കട്ടപ്പുറത്തായിട്ട് നാള് കുറച്ചേറെയായി. പുതുപുത്തൻ ടയറുകൾ, പ്ലാസ്റ്റിക് കവർ പോലും പൊട്ടിക്കാത്ത സീറ്റുകൾ, 2 വർഷം പഴക്കം പോലും ഇല്ലാത്ത ആംബുലൻസ് ഇന്ത്യൻ ബാങ്കിന്റെ സാമൂഹ്യ പ്രതിബദ്ധതാ ഫണ്ട് ഉപയോഗിച്ചു കരുനാഗപ്പള്ളി നഗരസഭയ്ക്ക് വാങ്ങി നൽകിയതാണിത്. പക്ഷേ രോഗികൾക്ക് പ്രയോജനപ്രദമാക്കാൻ നഗരസഭയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഡ്രൈവറില്ലെന്ന കാരണം പറഞ്ഞാണ് ആംബുലൻസ് കട്ടപ്പുറത്തിരുത്തിയിരിക്കുന്നത്. എന്നാൽ ചെയർമാന്റെ വാഹനത്തിനും നഗരസഭയിലെ മറ്റു വാഹനങ്ങൾക്കുമെല്ലാം ഡ്രൈവർമാരുണ്ട്. പൊടിയും മാറാലയും കയറി ആംബുലൻസ് ഇങ്ങനെ കിടക്കുമ്പോൾ ഒന്ന് കഴുകി വൃത്തിയാക്കാൻ പോലും ഇവിടെ ആർക്കും താല്പര്യമില്ല. ഓടാതെ കിടന്ന ബാറ്ററി തകരാറിലായപ്പോൾ മാറ്റി സ്ഥാപിച്ചു. പിന്നെയും വാഹനത്തിന് വിശ്രമം തന്നെ. ആംബുലൻസ് രോഗികൾക്ക് ഉപകാരപ്രദമാക്കണമെന്ന കൗൺസിലിൽ പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന് പ്രതിപക്ഷം. അല്ലെങ്കിൽ ഇവിടെ നിരവധി ഡ്രൈവർമാരുണ്ട്. ഏതെങ്കിലും ഒരു ഡ്രൈവർ ഒരു ആവശ്യം വരുന്ന സമയത്ത് ഒരു ഡ്രൈവറെ ഉപയോഗപ്പെടുത്തി വിടാം. അതും നടക്കുന്നില്ല. ഇതിവിടെ കിടന്നതിൻ്റെ ബാറ്ററി കുറേ നാൾ മുമ്പ് നഷ്ടപ്പെട്ടു. അത് മാറ്റിവെച്ചെന്ന് പറയുന്നുണ്ട്. എന്നിട്ടും ഇത് പൊതുജന ആവശ്യത്തിന് വേണ്ടി, പാവപ്പെട്ട ആളുകളുടെ ഉപയോഗത്തിന് വേണ്ടി കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത് ലക്ഷക്കണക്കിന് രൂപ ഇന്ത്യൻ ബാങ്ക് മുടക്കി പൊതുജന ആവശ്യത്തിന് വേണ്ടി നഗരസഭയ്ക്ക് കൊടുത്തിട്ടുള്ളതാണ്. ഇത് വിനിയോഗിക്കാൻ കഴിയാത്തത് ഇതൊരു ഊർജ്ജസ്വലതയോടുകൂടി, ഒരു ഇച്ഛാശക്തിയോടുകൂടി ഇതിനകത്തൊരു നിലപാടെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. എന്നാൽ ആംബുലൻസ് ഓടുന്നുണ്ടെന്നാണ് നഗരസഭാ ചെയർമാന്റെ പക്ഷം. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിക്ക് ഉടൻ ആംബുലൻസ് കൈമാറുമെന്നും. പാവപ്പെട്ട ആൾക്കാർ ഉണ്ട്, അവർക്ക് RCC പോകണം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോകണം. ഞങ്ങൾ ഡ്രൈവർമാരെ കൂട്ടി വിടുന്നുണ്ട്. നമ്മുടെ പെട്രോൾ അടിച്ച് ഫ്രീ ആയിട്ട് തന്നെ വിടുന്നുണ്ട്. ഇപ്പോൾ സംഭവിക്കുന്നത് കരുനാഗപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരു വാഹനമുണ്ട്. ആ വാഹനം രാത്രി കാലങ്ങളിൽ ഡോക്ടർമാരെ വിളിക്കാനും മറ്റുമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന വാഹനമാണ്. ഈ 16-ാം തീയതി അതിൻ്റെ ഫിറ്റ്നസ് ഡേറ്റ് തീരുകയാണ്. അപ്പോൾ ആ താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് റിക്വസ്റ്റ് തന്നിട്ടുണ്ട്, നമുക്ക് വാഹനം വേണമെന്നും പറഞ്ഞ്. അത് ഞങ്ങൾ 18-ാം തീയതി കൂടുന്ന കൗൺസിലിനകത്ത് വെച്ചിട്ട് അവർക്ക് 18-ാം തീയതി തന്നെ താലൂക്ക് ഹോസ്പിറ്റലിന് കൈമാറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നഗരസഭാ പരിധിയിലെ പാലിയേറ്റീവ് കെയർ രോഗികൾക്കും മറ്റ് അത്യാഹിതങ്ങൾ സംഭവിച്ചാലും ഉപയോഗിക്കാനാണ് ബാങ്ക് നഗരസഭയ്ക്ക് ആംബുലൻസ് വാങ്ങി നൽകിയത്. ആശുപത്രിക്ക് നൽകാനായിരുന്നെങ്കിൽ അത് ബാങ്കിന് നേരിട്ടാകാമായിരുന്നു. സംഭാവനയായി കിട്ടിയ വാഹനം മറ്റൊരിടത്ത് സംഭാവനയായി നൽകുന്ന വിചിത്രമായ രീതി കരുനാഗപ്പള്ളി നഗരസഭയിൽ മാത്രമായിരിക്കുമെന്നും പരിഹാസം ഉയരുകയാണ്. താലൂക്ക് ആശുപത്രിക്ക് സർക്കാർ പദ്ധതികളിലൂടെയും ജനപ്രതിനിധികളുടെ ഫണ്ടിൽ നിന്നുമൊക്കെ ആംബുലൻസ് അനുവദിക്കാമെന്നിരിക്കെ നഗരസഭയ്ക്ക് ആകെയുള്ള ആംബുലൻസ് മറിച്ചു നൽകാനുള്ള നഗരസഭാ അധികൃതരുടെ നീക്കം പ്രതിഷേധത്തിന് വഴിവെക്കുകയാണ്. നിരവധി ഡ്രൈവർമാരുള്ള നഗരസഭയിൽ ഒരു ഡ്രൈവറെ ആംബുലൻസിനായി നിയോഗിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടെന്നും ചോദ്യമുയരുന്നു. ആനയെ വാങ്ങാം, പക്ഷേ തോട്ടി വാങ്ങാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെയാണ് കരുനാഗപ്പള്ളി നഗരസഭയിലെ കാര്യം. ലക്ഷങ്ങൾ മുടക്കി ഒരു ബാങ്ക് വാങ്ങി നൽകിയ ആംബുലൻസ് ഡ്രൈവറില്ലെന്ന കാരണം നിരത്തി ഇത്തരത്തിൽ ഉപയോഗപ്രദമാക്കാതെ നശിപ്പിക്കുമ്പോൾ അത് നഗരസഭയുടെ വീഴ്ചയെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ക്യാമറമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊല്ലം. പൊതുജനം കഴുതയല്ല സാർ. അവിടെ മറ്റൊരു രസകരമായ വസ്തുതയുണ്ട്. നഗരസഭയുടെ മറ്റു വാഹനങ്ങൾക്കെല്ലാം ഡ്രൈവേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരൊറ്റ ആംബുലൻസിന് മാത്രമാണ് ഡ്രൈവർ ഇല്ലാത്തത്. അപ്പോൾ പ്രശ്നം എന്താണ് എന്ന കാര്യം വ്യക്തമാണ്. അത് പരിഹരിക്കാൻ നഗരസഭയ്ക്ക് താല്പര്യമില്ല എന്ന ആക്ഷേപമാണ് അവിടുത്തുകാർ ഉയർത്തിയിരിക്കുന്നത്. ചില പ്രതികരണങ്ങൾ കൂടിയുണ്ട്, അതല്ലേ കാണാൻ. ഇത് പൊതുജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടാം. ചെലവ് കുറഞ്ഞ രീതിയിൽ ഓടുന്നതിന് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ആംബുലൻസ് ആണ്. എന്നാൽ ഈ നഗരസഭയിലെ അധികാരികൾ അത് തികച്ചും അതിനെതിരെ കണ്ണടച്ചിരിക്കുകയാണ്. ഗവൺമെന്റ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഇതിനെതിരെ വേണ്ട നടപടികൾ എടുക്കണം. കാരണം ജനങ്ങൾ എല്ലാവർക്കും സ്വകാര്യ വാഹനം ഉപയോഗിച്ച് അല്ലെങ്കിൽ ആംബുലൻസ് ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല, എല്ലാവരെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ട നടപടികൾ തീർച്ചയായിട്ടും ഗവൺമെന്റ് അതിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. കരുനാഗപ്പള്ളിയിലെ ആംബുലൻസ് ഡ്രൈവർമാരില്ലാത്തൊരു വിഷയം പൊതുജനങ്ങൾക്കത് വളരെയധികം പ്രയാസമുണ്ടാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായ അധികാരികൾ ഇടപെട്ടുകൊണ്ട് അതിന്റെ ഡ്രൈവർമാരെ വെക്കേണ്ടതാണ്. മുനിസിപ്പാലിറ്റി അധികാരികളും
മറ്റ് അധികാരികളും ഗവൺമെന്റും ഒക്കെ ഇടപെട്ടുകൊണ്ട് ഇത്തരം ഈ പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കണ്ടെത്തേണ്ടതാണ്. ഞങ്ങൾ പെട്ടെന്ന് ഒരു അസുഖം സുഖമില്ലാതെ രാത്രി വന്നാലും ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പ്രൈവറ്റ് ആംബുലൻസ് വിളിക്കാനുള്ള മാർഗ്ഗമില്ല. ഗതികേടുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.